എനിക്ക് തരുമോ? ഞാൻ എടുത്തോട്ടെ. പെർഫോമൻസ് കഴിഞ്ഞിട്ട് തരാം. പെർഫോമൻസ് കഴിഞ്ഞിട്ട് തരുമോ? അപ്പം സൂപ്പർ. തോറ്റ് തൊപ്പിയിടരുത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പാടണം. ഏത് പാട്ടാ മോനെ? പാടാൻ പോകുന്നത് നമ്മൾ എന്ന സിനിമയില് എൻ കരളിൽ താമസിച്ചാൽ. രാക്ഷസി എന്നുള്ള പാട്ടല്ലേ? ഇതിവിടെ ആരെ നോക്കിയാ പാടാൻ പോകുന്നത്? എന്തിനാ ഇങ്ങോട്ട് നോക്കാൻ? സിത്തു സിത്തു സിത്തു. ഇവിടെ ഒരു രാക്ഷസിയേ ഉള്ളൂ. ഞാൻ ഏറ്റു. അവസാനം ഞാനുണ്ടല്ലോ എല്ലാം ഏറ്റെടുക്കാനായിട്ട്. രണ്ടുപേരുണ്ട് കേട്ടോ. അപ്പൊ ഈ രാക്ഷസി പാട്ട് തൊപ്പി വെക്കണോന്ന് പറഞ്ഞതാരാ? അത് കറക്റ്റ് ആണല്ലോ. അത് എന്തുകൊണ്ടാണ് പെർഫോമൻസ് കഴിഞ്ഞ് തരാം? എനിക്ക് തൊപ്പി ഈ പാട്ട് വെക്കുമ്പോ ഒരു തൊപ്പിയുടെ ആവശ്യകത എന്തുകൊണ്ടാണ് അവിടെ വന്നത്? ഒരു സ്റ്റൈൽ. രാക്ഷസിക്ക് വരുമ്പോ ഒരു തൊപ്പി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സ്റ്റൈലായിരിക്കും എന്ന് ആരാണ് പറഞ്ഞു തന്നത്? അല്ല അങ്ങനെയല്ല, ഞാൻ ചുമ്മാ. സാധാരണ പുറത്തൊക്കെ പോകുമ്പോ തൊപ്പി വെക്കാറുണ്ടോ? വയ്ക്കാറുണ്ട്. സ്ഥിരം തൊപ്പി വെക്കുന്ന ആളാണ്? അല്ല സ്ഥിരമല്ല, എവിടെയെങ്കിലും. എത്ര തൊപ്പി ഉണ്ട്? 4-5 തൊപ്പി ഉണ്ടാവും. 5 തൊപ്പി സ്വന്തമായിട്ടുള്ള ഒരാളോ? അത് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുക കേട്ടോ. നമുക്ക് ഷർട്ട് പോലും ഇല്ല 5 എണ്ണം. ഈ തൊപ്പി 5 എണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി പോയി. ഗംഭീരായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു സർ. ശരി, എന്നാ പാട്ടിലേക്ക് പോവാം. സൂര്യൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ പാട്ട് പാടിയത് അഫ്സൽ സാറും ഫ്രാങ്കോ സാറുമാണ്. ഗ്രൂമിങ് സെക്ഷനിലും കുറച്ചും കൂടി ക്ലാരിറ്റി, വേർഡ്സിലൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറഞ്ഞു, കുറച്ചും കൂടി എനർജി ആയിട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞാൻ പാടാൻ പോവുകയാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കരിമഷിയിട്ട കറുത്ത കണ്ണിലെ കുറുമ്പു നോട്ടങ്ങൾ അടിച്ചെടുത്തിടും രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. തുടക്കമിട്ടില്ലേ ഒന്നേ അടുത്തു വന്നിന് നിന്നാട്ടെ, കിണക്കമെന്താണ് എന്റെ നിഴലടക്കണതെന്താണ്, അടക്കമെന്താണ് നോക്കി കൊല്ലല്ലേ പിജല്ലേ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. ഇണക്കമുണ്ടോ എന്തിനാളി കിളിക്കൊഞ്ചലുകൾ, ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റ് കൊള്ളാനിറങ്ങാം. പിണക്കമുണ്ടോ എന്തിനാണ് കിളിക്കൊഞ്ചലുകൾ, ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റ് കൊള്ളാനിറങ്ങാം. ഈ വയലിൽ കത്തെഴുതാം, ഇന്റർനെറ്റ് നോക്കി വരാം. ഈ വയലിൽ കത്തെഴുതാം, ഇന്റർനെറ്റ് നോക്കി വരാം. അടുത്ത ബുക്കിയും പാടിക്ക് വെച്ചിട്ട് കളുക്കാരിൽ ചെന്ന് തീയെ കളഞ്ഞിട്ട് രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാലും ഉമ്മ തരാം രാക്ഷസി. മനസ്സിലുണ്ടോ പ്രേമ പളങ്ക് കൊട്ടാരം, നമുക്ക് പാക്കാൻ പൂഞ്ചിരി മുന്തിരി പൂന്തോപ്പ്. ആ മനസ്സിലുണ്ടോ പ്രേമ പളങ്ക് കൊട്ടാരം, നമുക്ക് പാക്കാൻ പൂഞ്ചിരി മുന്തിരി പൂന്തോപ്പ്. പണ്ടത്തെ പോക്കല്ല മാനം നോക്കി നടക്കേണ്ട, ഇന്നത്തെ സ്വപ്നങ്ങൾ ലോകത്തെ കാണണം. നമുക്കൊരു ക്ഷണം ഇടയ്ക്കിടം ഒരു ഗോള കുടിക്കണം, ആരും കുടിക്കണം. രാക്ഷസി രാക്ഷസി
ചേച്ചി എന്തോ രാക്ഷസി സിത്താര ചേച്ചി അല്ല, അതൊന്നും ഞാനല്ല. ഇവിടെ ഉണ്ട് രാക്ഷസി. സൂര്യനാരായണൻ, ഇപ്പോഴാരാണ് രാക്ഷസൻ? പറയൂ പറയൂ. അത് വേറൊന്നല്ല, ഇത്രയും ദിവസം വേറെ ഒരു ഇതായിരുന്നു, ഇപ്പോഴാണ് ശരിക്കുള്ള ഇത്. ശരിക്ക് എം ജയചന്ദ്രന്റെ മാസ്ക് വെച്ചോണ്ടിരിക്കുവായിരുന്നു, ഇതാ ഒറിജിനല്. മോൻ രാത്രി ഇങ്ങനെ ഒരു വഴി കൂടെ നടന്നു പോകുമ്പം പെട്ടെന്ന് റോഡിന്റെ സൈഡിൽ ഈ മുഖമുള്ള ഒരാൾ വന്നിട്ട് ആ എവിടെ പോവാ നീ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പൊ ചോദിക്കും വേണമെങ്കിൽ ഒന്ന് ചോദിച്ചേ ചേട്ടാ ആ അപ്പൊ എന്ത് ചെയ്യും? സൗണ്ട് മാറിപ്പോയി. നോക്കിയിട്ട് കടയിൽ പോവാന്ന് പറയും. ധൈര്യശാലി. വെറുതെ നോക്കിയിട്ട് കടയിൽ പോവാന്ന് പറയുന്നു. ചേട്ടാ ഇത് സംഗതി സാധനം അടുത്തുനിന്ന് കാണുമ്പോ കുറച്ച് പണിയുള്ള കേസ് കേട്ടാട്ടോ. ഇതൊക്കെ പിള്ളേരുടെ അടുത്തൊക്കെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ പിള്ളേര് ബോധം കെട്ടുപോകും. ഈ MG ശ്രീകുമാറുണ്ടല്ലോ, നമ്മുടെ ശ്രീകുമാരൻ നേരത്തെ ഒരു ഉമ്മ കൊടുത്തല്ലോ, അതുപോലെ എനിക്കൊരു ഉമ്മ താ. എം ജി ഒരു ഉമ്മ കൊടുക്ക്. അതെ ഇനി അത് സിത്താര വയ്ക്കും, ഞാനൊരു ഉമ്മ വരാം. നല്ല ആചാരമായിരുന്നു. അല്ല, നമുക്ക് ഈ ഫ്ലവേഴ്സിൽ അങ്ങനെയുള്ള നല്ല നല്ല ആചാരങ്ങളൊക്കെ വരുന്ന നല്ലതല്ലേ സിത്തു? സിത്താര ചേച്ചി എന്തോ അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഞാനാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഉമ്മ കൊടുക്കാൻ പ്രാപ്തനാരാ? ശരിക്കാരാ? അതായത് ആ രാക്ഷസിക്ക് സിത്താരയ്ക്ക് ഉമ്മ കൊടുക്കണോ? അതെ. അങ്ങനെയാണോ? അതെ. ഇപ്പൊ കൊടുത്തോ കാര്യം ഇരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ സിത്താരയുടെ ഒരു ഭരതനാട്യത്തോടു കൂടി, അല്ലെ കുച്ചിപ്പുടിയോ ഭരതനാട്യമോ അതുപോലത്തെ ഒരു കാര്യത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറയുക? നല്ല ഐഡിയ ആണ്. എന്നാ ചേട്ടൻ എന്താ അഭിപ്രായം? അത് വേണ്ട, ആ മാസ്ക് ഒന്ന് മച്ചിരി പൊക്കിട്ട് പറ വച്ചാ. ഞങ്ങൾക്ക് കേൾക്കുന്നില്ല, ആ മാസ്കിനകത്തൂടെ ചെവിയിലോട്ട് മാത്രമേ വരുന്നുള്ളൂ. ഞാന് പിഷു, ആ ഞാനൊരു ആവേശത്തിന്റെ പേരിൽ ഇത് വെച്ചാ. അത് ഒട്ടിപ്പോയി. ഞാനിപ്പോ ഒന്ന് ഓരി കൊടുത്തേ. സാരമില്ല അണ്ണാ, ഇരിക്കട്ടെ. 2 മാസം ഇതുപോലെ ഇരിക്കട്ടെ. ഇത് തമാശ അല്ലാട്ടോ. മേക്കപ്പ് പ്ലീസ്, മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞേ. ഓക്കെ ആയോ? ഒരാവശ്യമില്ലാതെ ഇവിടൊക്കെ ഒന്ന് അവിടൊക്കെ മാറിപ്പോയി കേട്ടോ. അവിടെ തന്നെ ചീപ്പൊക്കെ ഒന്ന് ഇവിടെ റെഡിയായി. സിത്തു വെച്ച് നോക്കുന്നോ? വെക്കണ്ടല്ലേ? ഓ ഇപ്പോഴാണ് സമാധാനമായത്. അപ്പൊ ഒറിജിനൽ രാക്ഷസന്മാരുടെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വേർത്ത് കുളിച്ച് അവരുടെ പിടിവള്ളി വിട്ടു സ്ഥിരം ഇതുമായിട്ട് നടക്കുമല്ലേ. ഈ എം ജി ഇപ്പൊ പറഞ്ഞില്ലേ സിത്താരയുടെ ഡാൻസ്, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ സിത്താരയുടെ, അതായത് നമ്മുടെ കൂട്ടത്തിൽ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന കുറെ ആർട്ടിസ്റ്റുകൾ പിന്നീട് കല്യാണം കഴിച്ചു പോകുമല്ലോ. അപ്പൊ അവരുടെ ഇങ്ങനെ ഭർത്താക്കന്മാർ കുറെ പേര് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോത്സാഹനം. അതെ, വേറെ കുറെ പേര് വളരെ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ സിത്താരയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ സിത്താരയുടെ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റും കൂടെയാണ് സജീഷ് എന്ന് പറഞ്ഞാല്. അപ്പൊ സിത്താരയുടെ ഡാൻസ് കണ്ടിട്ട് ഞാൻ വെറുതെ വിളിച്ചു പറഞ്ഞു ഒരു ദിവസം, ഞാൻ നെറ്റിലത് കാണാൻ ഞാൻ സജീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, സജീഷ് സിത്താര അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറയാം, അതറിയില്ലേ? ഞാൻ ഓക്കെ താങ്ക് യു എന്ന് പറയുന്നല്ലോ വിചാരിച്ചേ. അവള് പാട്ടിനേക്കാളും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത്. ഞാൻ ഈ ഡാൻസ് കണ്ടിട്ടാണ് പ്രേമിച്ചതെന്ന്, പിന്നെ പ്രേമിച്ച് കഴിഞ്ഞാണ് പാട്ട് പാടുന്ന കാര്യം ഞാൻ അറിഞ്ഞതെന്നൊക്കെയാ പുള്ളി പിന്നെ പറയുന്നത്. വേറൊരു ദിവസം ഞാൻ സിത്താരയുടെ കൂടെ ഞങ്ങളൊരു ഷോ ചെയ്യുമ്പോൾ ഞാൻ സ്റ്റേജിന്റെ സൈഡിലിരുന്ന് സിത്താരയുടെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് സിത്താരയുടെ ഫോട്ടോ വന്നോണ്ടിരിക്കുക. സജീഷ് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോയിട്ട് സിത്താരയുടെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരും. ഞാനിത് നേരിട്ടും കാണണം, വാട്സപ്പിലും കാണണം, നേരിട്ടും കാണണം, വാട്സപ്പിലും കാണണം. എന്താ പ്രമോഷൻ? അതുപോലെ എനിക്ക് ഈ സുജാത ചേച്ചിയുടെ മോഹൻ ചേട്ടൻ AR റഹ്മാന്റെ ഷോ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് ആൾക്കാരുടെ കൂട്ടത്തിൽ പുള്ളി ഇന്ന് ഡാൻസ് കളിക്കുന്നു. 1000ാമത്തെ പ്രാവശ്യം ആ ഷോ കാണുന്നത്. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ശ്വേത പാടുമ്പോൾ മുന്നേ ഇന്ന് ഡാൻസ് കളിക്കുക മോഹൻ ചേട്ടൻ. അപ്പൊ സിതാരയുടെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ട് നമ്മൾ സജീഷിനെ നിയമിക്കുന്നു. സജീഷ് അതിന്റെ ഉപകാരമായിട്ട് എം ജയചന്ദ്രൻ സാർ ഈ മുഖം മൂടി കൊടുക്കുന്നതായിരിക്കും പുള്ളിക്ക്.
അപ്പൊ സൂര്യമഹാദേവൻ നന്നായിരുന്നു മോനെ, താങ്ക് യു സർ. നന്നായിരുന്നു, നല്ല പവർഫുൾ ആയിരുന്നു, പവർ പാക്ട്, Thank you. നല്ല അടിപൊളിയായിരുന്നു. മോൻ കുറച്ചുകൂടെ ഒന്ന് ഡാൻസ് ചെയ്യാമായിരുന്നു. ഒരു പേടിയല്ലേ, പാട്ട് കൈവിട്ട് പോകുന്നൊരു പേടി, അത് കാരണം കുറച്ചുകൂടെ എന്തൊരു ചെറിയ മൂമെന്റ്സ് ഒക്കെ കൊടുക്കാം. ലാസ്റ്റിൽ ആ രാക്ഷസിയെ കെട്ടിപ്പിടിച്ചൊക്കെ നന്നായിരുന്നു. മാത്രമല്ല പല എക്സ്പ്രഷൻ അതൊക്കെ ഒരു ആക്സെന്റ് ഒക്കെ കൊള്ളാം. നന്നായിട്ട് പാടി കേട്ടോ മോനെ, താങ്ക് യു സർ. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. സൂര്യ എന്തോ മാം? അടിപൊളിയായിരുന്നു. താങ്ക് യു മാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 ബ്രദേഴ്സ് അഫ്സലക്ക് ഫ്രാങ്കോ ചേട്ടനും ശരിക്കും ഭയങ്കര ഈ എന്താ പറയുക, അങ്ങനെ പാട്ട് പാടുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്നേഹമുള്ള 2 ഏട്ടന്മാരാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് പാടിയ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഒരു പാട്ട് സൂര്യൻ സെലക്ട് ചെയ്തതിൽ. പേഴ്സണലി ഭയങ്കര സന്തോഷമായി. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ആ രാക്ഷസി ശരിക്കും സിനിമയിൽ കണ്ട അതേപോലെ ഇരുന്നു. അതിലെങ്ങനെയാണ് അത് അല്ലേ, അങ്ങനെ തോന്നിയില്ലേ? അതേപോലെ ഇരുന്നു. ആ സീൻസ് ഒക്കെ അവർ ചെയ്തതൊക്കെ സിനിമയിലെ പോലെ ഇരുന്നു. സൂര്യനും നല്ല ഭംഗിയായിട്ട് പാടി കേട്ടോ, താങ്ക് യു മാം. രസമായിട്ട് പാടി. എനിക്ക് തോന്നിയത് തുടക്കത്തിനെക്കാട്ടിലും കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്കും സൂര്യന് കുറച്ചും കൂടി ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ജെല്ലായി ആ പെർഫോമൻസിൽ. അപ്പോൾ പാട്ടും കുറേ കൂടി ഈസി ആയിട്ട് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള നുവാൻസസ് ഒക്കെ പാട്ടിൽ കൊണ്ടുവന്നു. രസമായിരുന്നു, നല്ലതായിരുന്നു. വെരി ഗുഡ്. ഇത് പാട്ട് വളരെ ഗംഭീരമായിരുന്നു കേട്ടാ. ഈ സിത്താര പറഞ്ഞ പോലെ ആ സിനിമ കണ്ട സീനുകളും അതും ഇതിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. മലയാളത്തിലാണെങ്കിലും അങ്ങനെ അധികം ഈ രാക്ഷസി എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകൾ വളരെ കുറവായിരുന്നു. അന്ന് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. അത് തന്നെ സെലക്ട് ചെയ്തത് ഗംഭീരമായി. ഡാൻസേഴ്സ് അതിനെ വെറും സ്റ്റേജ് ആണെങ്കിൽ ഒരു ബുക്ക് കൊണ്ട് ഇതിനൊരു കോളേജ് അന്തരീക്ഷത്തിലേക്ക് ഒരൊറ്റ പ്രോപ്പർട്ടി കൊണ്ട് ഇതിനൊരു കോളേജ് പ്രദേശമാക്കി മാറ്റി. അതും ഗംഭീരമായി. ഇനിയും എൻ്റെ ചോദ്യം, ആ തൊപ്പി വളരെ ഉപകാരം ചെയ്തോ? നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലത്തിലേക്ക് ആ തൊപ്പി എത്തിയോ? കുറച്ചും കൂടി എത്താനുണ്ട്. തൊപ്പി കുറച്ചും കൂടെ എത്താനുണ്ട്. ഉദ്ദേശിച്ച സ്ഥലത്ത് കുറച്ചും കൂടി എത്താനുണ്ട്. ഏത് സ്ഥലത്ത്? പാട്ടോ? പാട്ട്. അല്ല, ഞാൻ ചോദിച്ചത് പാട്ടിന് മുമ്പ് തൊപ്പി ഇട്ടുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ തൊപ്പി ഇട്ടത് നന്നായിട്ടോ. ആ വലിയ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് പാട്ട് പാടിയപ്പം ഒരു ഒപ്പത്തിനൊപ്പം പഠിക്കുന്ന ഒരു കോളേജ് പയ്യനെ പോലെ ആവാൻ ആ തൊപ്പി കുറച്ച് സഹായിച്ചിട്ടുണ്ട്. പാട്ടും ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഇവിടെ ചില പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പർ 1, ഇടയ്ക്കിടയ്ക്ക് 1-2 സ്ഥലത്ത് ശ്രുതി പോയില്ലേ? പോയി. എന്താ കാരണം? എന്തിനാ തൊപ്പി വെച്ച്? തൊപ്പി വെക്കാതെ ഈ പാട്ട് പാടിക്കൂടെ? സ്റ്റൈലിൽ വെച്ച്. അങ്ങറ്റത്ത് നോക്കി. അപ്പൊ ആകെ മൊത്തം പെർഫോമൻസ് എന്തായി? കുഴപ്പമില്ല. ആവറേജോ? മൈക്കി പറയൂ കുട്ടി. ആവറേജ്. അവന് ശബ്ദം ഇല്ലാതായി. ഇങ്ങനെയൊക്കെ ഞാൻ പറയും എന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ഇങ്ങനെയൊന്നും പറയത്തില്ല. സൂപ്പർ ആക്ടിങ്, സൂപ്പർ ആക്ടിങ്. ഞാൻ തന്നെ പേടിച്ചു പോയി. അവൻ കരഞ്ഞു പോയി. ഞാൻ തന്നെ മക്കളെ പേടിച്ചു. ചുമ്മാ, വെറും ചുമ്മാ, വെറും ചുമ്മാ. എത്ര രസായിട്ടാ. നീ 50 ബിരിയാണി കഴിക്കും, 10 പേരെ ഇടിക്കും, 5 തൊപ്പി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് കൂട്ടരും ഞങ്ങളും ഞാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കരയാ. ചിരിച്ചേ. ഓടിച്ചാൽ സാറിനൊരു ഹഗ് കൊടുത്തേ. സാറിനൊരു ഹഗ് കൊടുത്തു. വന്ന് കെട്ടിപ്പിടിക്കും. രാക്ഷസിയെ കണ്ട് എന്ത് പറയുന്ന പറഞ്ഞ കടയിൽ പോവാതെ മിടുക്കനായിട്ട് നിൽക്കണ്ടേ? ഓക്കെ, സങ്കടം മാറിയോ? അതെ, തെറ്റുകളൊക്കെ പറ്റിക്കൊണ്ടിരിക്കും, അതൊന്നും സാരമില്ല. പക്ഷെ ആകെ മൊത്തം ടോട്ടൽ അത് സൂപ്പറായി. താങ്ക് യു സർ. താങ്ക് യു. പിന്നെ വേറെ കാര്യം, ഇങ്ങനെ പല ആൾക്കാർ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. ഇപ്പോൾ എൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് പല ആൾക്കാരും പറയും സ്ഥിരം ഇങ്ങനെ, സ്ഥിരം അങ്ങനെ, ഇങ്ങനെയാണ്, അയാൾ ക്ലീശയാണ്, ഇത് ശരിയല്ല. സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കും. ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം പോലെ നമ്മളെക്കുറിച്ച് ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് നഷ്ടപ്പെടും? മ്യൂസിക് നഷ്ടപ്പെടും. സോ be confident about yourself. Yes, sir. Right, all the best. Thank you, sir.